കോൺഗ്രസ് നേതാവായിരുന്ന പത്തിയൂർ നാസർ അനുസ്മരണം നടത്തി. കരിയിലക്കുളങ്ങര രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുമോദനവും സംഘടിപ്പിച്ചു. കായംകുളം കരിയിലക്കുളങ്ങര രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന പത്തിയൂർ നാസർ അനുസ്മരണം സംഘടിപ്പിച്ചത്. കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടിക്ക് കീഴിൽ അണിനിരത്തി തനതായ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ധീരനായ നേതാവായിരുന്നു ശ്രീ പത്തിയൂർ നാസർ. നമുക്കറിയാം, പത്തിയൂർ പോലെയുള്ള ഈ ഗ്രാമപഞ്ചായത്ത് കേരളപ്പിറവിക്ക് ശേഷം ഇന്ന് വരെ CPM തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനാധിപത്യ ശക്തികൾക്ക് യാതൊരുവിധ വേരോട്ടം ഉണ്ടാകുവാനും CPM അനുവദിച്ചിരുന്നില്ല. 1980-കളിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, വിട്ടോബ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീ നാസർ. ശ്രീ നാസറിനെയും ശ്രീ രാജേന്ദ്രകുമാറിനെയും കരിയിലക്കുളങ്ങര ജംഗ്ഷനിൽ വെച്ച് വളരെ മൃഗീയമായി മർദ്ദിച്ച് കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞങ്ങളൊക്കെ ഇവരെ പറഞ്ഞ് ആശുപത്രിയിൽ എത്തുമ്പോൾ അടുത്തേക്ക് പോകാനൊന്നും പറ്റില്ല, വളരെ ചെറിയ കുട്ടികളാണ് ഞങ്ങളൊക്കെ. ശ്രീ രാജേന്ദ്രകുമാറിനെയും ശ്രീ നാസറിനെയും മൃഗീയമായി മർദ്ദിച്ച് അവരുടെ മുഖം കാണാത്ത രീതിയിൽ രക്തം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിരവധി മർദ്ദനങ്ങൾ ഏറ്റ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും, എനിക്കറിയാം, പ്രായമുള്ള CV തണ്ടാശ്ശേരി വിജയൻ ചേട്ടനോ അതല്ലെങ്കിൽ അതുപോലെയുള്ള വിരലെണ്ണാവുന്ന ശ്രീ വിശ്വനോ അടക്കം ഉള്ള ചില ആളുകൾ ഒഴിച്ചാൽ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും സംഘടനാ രംഗത്ത് സജീവമാക്കി കോൺഗ്രസ് പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ശ്രീ നാസറിന് തന്നെയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ട്രസ്റ്റ് പ്രസിഡന്റ് സജി പത്തിയൂർ അധ്യക്ഷത വഹിച്ചു. തീരെ അവശ നിലയിലായിട്ടും രോഗശൈലിയിലായിട്ട് കൂടി ഈ പത്തിയൂരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ, ആ രോഗശൈലിയിൽ കിടന്ന് വേണ്ട കാര്യങ്ങൾ, അവസാന ഘട്ടത്തിലെ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയത്. അദ്ദേഹം, ഞാൻ പറഞ്ഞു കേട്ടറിവാണ്, ഇവിടെ ഈ പത്തിയൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് എന്ന് പറയുവാൻ പുതിയ ആൾക്കാർ വരുവാൻ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പത്തിയൂർ പഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും ഒന്നോ രണ്ടോ ചെറുപ്പക്കാരെ കണ്ടെത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിലേക്ക് അനവധി ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് അവരെ നേതൃനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിനെ അത്രത്തോളം ഈ പത്തിയൂർ പഞ്ചായത്തിലും കായംകുളം പ്രദേശത്തും മൊത്തത്തിൽ പരിപോഷിപ്പിച്ച ഒരു നേതാവാണ് ശ്രീ പത്തിയൂർ നാസർ. MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ കേരള സർവകലാശാലയിൽ നിന്നും റാങ്ക് നേടിയ രേഷ്മയെ ചടങ്ങിൽ അനുമോദിച്ചു. മലപ്പുറത്ത് നടത്തിയ സംസ്ഥാന മാസ്റ്റേഴ്സ് ഗെയിമിൽ ഹാൻഡ്ബോളിൽ 55-ന് മുകളിലുള്ളവരുടെ കാറ്റഗറിയിൽ സ്വർണ്ണ മെഡൽ നേടിയ ദേശീയ കായികവേദി ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പല്ലിയെയും ആദരിച്ചു. രാജീവ് വല്യത്ത്, VK വിശ്വനാഥൻ, K രാജേന്ദ്രകുമാർ, ബെന്നി പത്തിയൂർ, വിജയൻ തണ്ടാശ്ശേരിൽ, ബാബു കൊരമ്പള്ളി, N രാജശേഖരൻ പിള്ള, CP തോമസ്, ഏവൂർ, പ്രശാന്ത് എരുവ, മറിയം സജു, R ശംഭുപ്രസാദ്, ശ്രീജിത്ത് ഏവൂർ, ലാലൻ പത്തിയൂർ, രാധാകൃഷ്ണൻ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.